ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കാറുള്ള ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ 18ാമത്തെ ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാൻ പോകുന്നത്. ഇഹ്യാ ഉലൂമുദ്ദീൻ, അതിന്റെ വരികൾ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ഫൈൻ കുൽത്ത ഫൈദാക്കാന, കഴിഞ്ഞ ഭാഗം കണ്ടുകൊണ്ട് ഇത് കണ്ടാൽ എളുപ്പമാണ്. ഫൈൻ കുൽത്ത ഫൈദാക്കാന ഫിൻ നുസ്ഖി ദിക്റുൽ ഉയൂബി ഫഫീഹി ഹാസുൽ ഖൽബി ഫകൈഫ യകൂനു ദാലിക മിൻ ഹഖ്ഖിൽ ഉഖുവത്തി. അതായത് ഒരു സാഹോദര്യം നിലനിർത്തേണ്ടത് എങ്ങനെ എന്നതാണ് ഇതിലെ വിഷയം. ആദാബുൽ ഇൽഫത്തി വൽ ഉഖുവത്തി വസ്സുഹ്ബത്തി വൽ മുആശറത്തി, ഒന്നിച്ചുള്ള ജീവിതം, കൂട്ടുജീവിതം, സഹവാസം എങ്ങനെയാകണം. അപ്പോ ഫൈൻ കുൽത്ത, നീ ചിന്തിക്കുകയാണെങ്കിൽ, ഫൈദാക്കാന ഫിൻ നുസ്ഖി ദിക്റുൽ ഉയൂബി, ഒരാളെ ഉണർത്തുന്ന സമയത്ത് ഐബുകൾ, ന്യൂനതകൾ ഉണർത്തേണ്ടി വന്നാലുള്ള അവസരമാണ് പറയുന്നത്. അവിടെ ഫഫീഹി ഇഹാസുൽ ഖൽബി, അവിടെ മനസ്സിനൊരു വേദനിപ്പിക്കൽ ഉണ്ടാകൂലേ. ഫകൈഫ യകൂനു ദാലിക മിൻ ഹഖ്ഖിൽ ഉഖുവത്തി, അതൊരു സാഹോദര്യത്തിന്റെ ഹക്കാണോ, അതൊരു സൗഹൃദത്തിന്റെ ഹക്കാണോ, അതിലുണ്ടാകേണ്ടതാണോ. ഫഅലം, അവിടെ നീ മനസ്സിലാക്കേണ്ടത് അന്നൽ ഇഹാസ ഇന്നമാ യഹ്സുലു ബിദിക്രി ഐബിൻ യഅലമുഹു അഖൂക മിൻ നഫ്സിഹി. ഈ വേദനിപ്പിക്കൽ ഉണ്ടായിത്തീരുന്നത് അയാൾക്കറിയാവുന്ന ഒരു ന്യൂനത പറയുമ്പോഴാണ്. അന്നൽ ഇഹാസ ഇന്നമാ യഹ്സുലു, ഈ ഇഹാസ്, ആ പ്രയാസപ്പെടുത്തൽ, ഇന്നമാ യഹ്സുലു, അതുണ്ടായിത്തീരും ബിദിക്രി ഐബിൻ, ഒരു ഐബ് പറയുമ്പോ, യഅലമുഹു അഖൂക, നിന്റെ സഹോദരനെ അറിയുന്ന, മിൻ നഫ്സിഹി, അയാളെ കുറിച്ച്. ഫഅമ്മാ തംബീഹുഹു, അയാൾക്ക് അറിയാവുന്ന ഒരു ന്യൂനത പറയുമ്പോഴാണ് വേദനിപ്പിക്കുക. എന്നാൽ ഫഅമ്മാ തംബീഹുഹു അലാ മാ ലാ യഅലമുഹു, അയാളെ ഉണർത്തുക, അലാ മാ ലാ യഅലമുഹു, അയാൾ അറിയാത്ത കാര്യം ഉണർത്തി കൊടുക്കുന്നത്, ഫഹുവ ഐനു ശഫഖത്തി, അതൊരു സ്നേഹമാണ്. വഹുവ ഇസ്തിമാലത്തുൽ ഖുലൂബ്, അയാളോട് മനസ്സിലുള്ള ഒരു സന്തോഷമാണ്. ആനി ഖുലൂബൽ ഉഖലാഇ, ബുദ്ധിയുള്ളവരുടെയാണ് ഞാനിപ്പോ സൂചിപ്പിക്കുന്നത്. അമൽ ഹംഖിയു, അതേ സമയത്ത് മൂഢന്മാരായ ആൾക്കാർ, ഫലാ യൽതഫിതു ഇലൈഹിം, അവരതൊന്നും ശ്രദ്ധിക്കൂല. ഫഇന്നമൻ യുനബ്ബിഹുക, ഉണർത്തി തരുന്ന ഒരാൾ, അലാ ഫഇലി മദ്മൂമിൻ തഅതൈതഹു, നീ ചെയ്ത ഒരു മോശമായ പ്രവൃത്തിയെ കുറിച്ച് ഒരാൾ ഉണർത്തി തരാണ്. അവിടെ അങ്ങനെ ചെയ്തത് മോശമായി പോയിട്ടുണ്ട് എന്ന് ഉണർത്തി തന്നാൽ, ഔ സിഫത്തിൻ, അല്ലെങ്കിൽ ഒരു വിശേഷണം ഉണർത്തി തന്നു, മദ്മൂമത്തിൻ, മോശമായ, ഇത്തസ്വഫ്ത ബിഹാ, നിനക്ക മോശമായ ഒരു സ്വഭാവം ഉണ്ട്, അത് ഉണർത്തി തന്നാൽ, ലിതുസക്കിയ നഫ്സക അൻഹാ, ആ മോശമായ കാര്യങ്ങളിൽ നിന്ന് നിന്നെ നീ സംരക്ഷിക്കാൻ. കാന കമൻ യുനബ്ബിഹുക അല ഹയ്യത്തിൻ, നിന്നെ സംസ്കരിക്കാൻ വേണ്ടി ഉണർത്തിത്തരുന്ന ആൾ ആരെ പോലെയാണ്? കാന കമൻ യുനബ്ബിഹുക, നിന്നെ ഉണർത്തിത്തരുന്നത് പോലെയാണ്, അല ഹയ്യത്തിൻ, ഒരു പാമ്പ് വരുന്നുണ്ട്, അഖ്റബിൻ, അല്ലെങ്കിൽ വലിയ വിഷമുള്ള തേള് വരുന്നുണ്ട്, തഹ്ത ദൈലിക്ക, നിന്റെ ഡ്രസ്സിന്റെ താഴെ, വഖദ് ഹമ്മത്ത് ബി ഹിലാക്കിക്ക, അത് നിന്നെ കടിക്കാൻ വരികയാണ്. ഫൈൻ കുന്ത തക്റഹു ദാലിക, അത് നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഫമാ അശദ്ദ ഹംതക, അത് നിനക്ക് വെറുപ്പാണെങ്കിൽ, ആ പാമ്പിനെ ഉണർത്തി തന്നത് വെറുപ്പാണെങ്കിൽ, നീ എത്രമാത്രം വലിയ വിഡ്ഢിയ. വസ്സിഫാത്തു ദമീമത്തു, മോശമായ വിശേഷണങ്ങൾ, അഖാരിബു, തേളാണ്, വഹയ്യാത്തു, പാമ്പാണ്, വഹിയ ഫിൽ ആഖിറത്തി മുഹ്ലികാത്തുൻ, ആഖിറത്തിൽ നിന്നെ നശിപ്പിക്കുന്നതാണ്. ഫഇന്നഹാ തൽദഉൽ ഖുലൂബ, അത് ഹൃദയങ്ങളെ അത് കുത്തും, അൽ അർവാഹ, നിന്റെ ആത്മാവിനെ അത് കുത്തും. വഅലമുഹ അശദ്ദു മിമ്മാ യൽദഉൽ ലവാഹിറ വൽ അജ്സാദ, അതിന്റെ വേദന ശരീരത്തിന് വേദനയാകുന്നതിനേക്കാളും വലിയ വേദനയാണ്. വഹിയ മഖ്ലൂഖത്തും മിൻ നാരില്ലാഹിൽ മുഖദ, അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവയാണ് ഈ ദുസ്വഭാവങ്ങൾ. വലിദാലിക കാന ഉമർ റളിയല്ലാഹു അൻഹു, സാലിഹീങ്ങളുടെയൊക്കെ ശൈലി, ബഹുമാനപ്പെട്ട സയ്യിദ്ന ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ട് തന്നെ എങ്ങനെയാ പെരുമാറാറുള്ളത്? യസ്തഹദി ദാലിക, ആവശ്യപ്പെടുകയായിരുന്നു, മിൻ ഇഖ്വാനിഹി, സുഹൃത്തുക്കളോട്, എന്റെ ന്യൂനത വല്ലതും ശ്രദ്ധപ്പെട്ട പറഞ്ഞു തരണം. വയഖൂലു റഹിമല്ലാഹു ഇംറഅൻ നഹദാ ഇലാ അഖീഹി ഉയൂബഹു, സഹോദരനെ അവന്റെ ഐബുകൾ ഉണർത്തി കൊടുക്കുന്നവൻ വളരെ നല്ലവനാണ്, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. വലിദാലിക ഖാല ഉമർ ലി സൽമാൻ റളിയല്ലാഹു അൻഹുമാ,
സയ്യിദ്ന ഉമർ റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒക്കെ പറഞ്ഞു, ഖദ് ഖദിമ അലൈഹി, ബഹുമാനപ്പെട്ടവർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നതാണ്. മല്ലദി ബലഗക അന്നി മമ്മാ തക്റഹു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താ എന്നെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്? ഫസ്തഅഫ, അങ്ങനൊന്നും അറിയില്ലല്ലോ. ഫഅലഹ അലൈഹി, നിർബന്ധിച്ചു, അങ്ങനെ ഉണ്ടേ പറ, എനിക്ക് മാറ്റണം. ഫഖാല ബലഗനി അന്ന ലക ഹുല്ലത്തൈനി തൽബസു ഇഹ്ദാഹുമാ ബിൻ നഹാരി വഉഖ്റാ ബിൽ ലൈലി. ബലഗനി, ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്നലക ഹുല്ലത്തൈൻ, നിങ്ങൾക്ക് രണ്ട് ഡ്രസ് ഉണ്ട്. തൽബസു ഇഹ്ദാഹുമാ ബിൻ നഹാരി, ഒന്ന് പകല് ധരിക്കും, അൽ ഉഖ്റാ ബിൽ ലൈലി, ഒന്ന് രാത്രി ധരിക്കും. അങ്ങനെ ചില ആർഭാട സ്വഭാവം ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ബലഗനി അന്നക തജ്മഉ ബൈന ഇദാമൈനി അലാ മാഇദത്തിൻ വാഹിദത്തിൻ, ഒറ്റ സമയത്തെ ഭക്ഷണത്തിൽ തന്നെ രണ്ടു തരം കറി ഉപയോഗിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, എന്ന് പറഞ്ഞാൽ ആർഭാടം ഉപയോഗിക്കുന്നെന്ന് കേട്ടിട്ടുണ്ട്. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മ ഹാദാനി ഫഖദ് കഫൈതുഹുമാ, ഇത് മതി, ഞാൻ ശ്രദ്ധിക്കാം. ഫഹൽ ബലഗക ഗൈറുഹുമാ, വേറെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫഖാല ല, വേറൊന്നും കേട്ടിട്ടുണ്ട്. ഫഖതബ ഹുദൈഫത്ത്, ഇതുപോലെ മഹാന്മാരുടെ ശൈലിയാണ്. ഫഖതബ ഹുദൈഫത്തുൽ മർഅശി ഇലാ യൂസുഫ് ഇബ്നു അസ്ബാത്ത് റളിയല്ലാഹു അൻഹുമാ, സുഹൃത്തിനോട് ചോദിക്കുകയാണ്, എഴുതി ചോദിക്കും. ബലഗനി, എഴുതിയിട്ട് അറിയിക്കുകയാണ്. ബലഗനി അന്നക ബീത ദീനക ബിഹബ്ബത്തൈൻ, 2 ദീനാറിന് 2 ധാന്യത്തിന് നിങ്ങൾ ഇത് വിറ്റു, നിങ്ങളെ ദീന് വിറ്റു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്താ? വഖഫ്ത അല സാഹിബി ലബനിൻ, ഒരു പാല് വെക്കുന്ന ആളെടുത്ത് ചെന്നപ്പോ ഫഖുൽത ബികം ഹാദാ, ഇത് എത്രക്കാന്ന് ചോദിച്ചു, എത്ര വില? ഫഖാല ബി സുദുസിൻ, എന്ന് പറഞ്ഞു, 6 ആണെന്ന് പറഞ്ഞു. ഫഖുൽത ലഹു, നിങ്ങൾ ചോദിച്ചു, ല, പറ്റൂല, ബി സുമനിൻ, 8-1 തരുമോ എന്ന് ചോദിച്ചു. അതിനേക്കാൾ കുറയാണല്ലോ, സുദൂസിനേക്കാൾ കുറവാണ് സുമന്, 8-1, 6-1. അപ്പോ ഫഖാല ഹുവലക്ക, നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു. ഫക്കാന യഅരിഫ്ക, അദ്ദേഹം നിങ്ങളെ അറിയുന്ന ആളായിരുന്നു. അപ്പോ നിങ്ങളെ അറിയുന്ന ഒരാളോട് വില കുറച്ച്, എന്നിട്ട് അങ്ങനെ വില കുറച്ച് അയാളെ കൊണ്ട് നിങ്ങളുടെ ആ പ്രശസ്തിയുടെ പേരിൽ വില കുറപ്പിച്ചല്ലോ, അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് സുഹൃത്ത് ഉണർത്തി കൊടുക്കുകയാണ് പണ്ഡിതന്മാർ. ഇക്ഷിഫ് അൻ റഅസിക ഖിനാ അൽ ഗാഫിലീൻ, നീ മനസ്സിലാക്കേണ്ടത് ഈ അശ്രദ്ധരായ ആൾക്കാരുടെ ഒന്നും തിരുത്താനൊന്നും ഇല്ല എന്നുള്ള തോന്നൽ. ഇക്ഷിഫ്, നീ ഉയർത്തണം, അൻ റഅസിക, നിന്റെ തലയിൽ നിന്ന്, ഖിനാ അൽ ഗാഫിലീൻ, അശ്രദ്ധരുടെ ഈ മൂടുപടം ഉയർത്തണം. എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടെ ജീവിക്കരുത്, എപ്പോഴും ആത്മവിമർശനത്തോടെ ജീവിക്കണം. വന്തബി, നീ ഉണരണം, അൻറഖദത്തിൽ മൗത, ഈ മരിച്ചവരുടെ ഉറക്കത്തിൽ നിന്ന് നീ ഉണരണം, ചിന്തയില്ലാതെ ജീവിക്കരുത്. വഅലം അന്ന മൻ ഖറഅൽ ഖുർആന, ഒരാൾ ഖുർആൻ ഓതി കേട്ടിട്ട് വലം യസ്തഗ്നി, അയാൾക്കത് ഫലിക്കുന്നില്ലെങ്കിൽ, വാസറ ദുനിയ, അത് പിന്നെയും ദുനിയാവിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ, ലം ആമൻ അൻ യകൂന ബി ആയാത്തില്ലാഹി മിനൽ മുസ്തഹ്സിഈൻ, അയാൾ അല്ലാഹുവിന്റെ ആയത്തിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിക്കുകയും ഉപദേശിക്കുന്നവരെ വെറുക്കുകയും ചെയ്തവരെ ഖുർആൻ പറഞ്ഞത്, ഇത് ഉപദേശകരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് കാണാം. അറിയാത്ത ഐബിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഫമ്മ അലിംത, നിനക്കറിയാവുന്ന ന്യൂനത. ഫമ്മ അലിംത അന്നഹു യഅലമുഹു മിൻ നഫ്സിഹി, അയാൾക്കറിയാവുന്ന ന്യൂനതയാണ് അയാളുടെ ആ ന്യൂനത എന്ന് നിനക്കറിയാമെങ്കിൽ, ഫഇന്നമാ ഹുവ മഖ്ഹൂറുൻ അലൈഹി മിൻ തുബഇഹി, അയാൾ ഒരു പ്രകൃതമാണ്, അയാൾ അതിന് അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ അയാൾ അതിന് നിർബന്ധിതനാണ്, അങ്ങനത്തെ ഒരു ദുസ്വഭാവമാണ് അയാൾക്കുള്ളത് എന്ന് നിനക്കറിയാം. ആ കൂട്ടുകാരന്റെ ആ ന്യൂനത, അയാൾ അതിന് നിർബന്ധിതനാണ്, അയാൾക്കത് മാറ്റാൻ കഴിയുന്നില്ല എന്ന് നിനക്കറിയാമെങ്കിൽ, ഫലാ യംബഗി അൻ യക്ശിഫ ഫീഹി സിത്രഹു, പിന്നെ നീ പോയിട്ട് മറ നീക്കണ്ട. വഇൻ കാന യുഖ്ഫീഹി, അയാളത് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ നീ അത് എന്ത് ചെയ്യണ്ട, പോയിട്ട് വെളിച്ചത്താക്കണ്ട. വഇൻ കാന യുബ്ഹിറുഹു, അയാളത് പ്രത്യക്ഷമായി ചെയ്യുന്നുണ്ട് ആ തെറ്റ് എങ്കിൽ, ഫലാ ബുദ്ദ മിനത് തലത്തുഫി ഫിൻ നുസ്ഹി, ഉപദേശിക്കുകയാണെങ്കിൽ തന്നെ നീ ഒന്ന് മയത്തിൽ ഉപദേശിക്കണം. ബിത്തഅരീദി മറത്തൻ, ചിലപ്പോ ഒന്ന് സൂചിപ്പിക്കുക. വബിത്തസ്രീഹി ഉഖ്റ, ചിലപ്പോൾ വ്യക്തമായി പറയാ. ഇലാ ഹദ്ദിൻ ലാ യുഅദ്ദി ഇലൽ ഇഹാസി, അധികം മടുപ്പിക്കാതെ പറയണം. ഫൈൻ അലിംത അന്ന നുസ്ഹ ഗൈറു മുഅസ്സിരിൻ ഫീഹി, ഈ ഉപദേശം അയാളിൽ ഫലിക്കൂല എന്ന് നിനക്ക് മനസ്സിലായാൽ, വഅന്നഹു മുൽതറും മിൻ തബഇഹി, അയാളുടെ പ്രകൃതമാണ് എന്ന് മനസ്സിലായാൽ,
ഇലൽ ഇസ്റാരി അലൈഹി, അയാൾ അതിൽ ഉറച്ചു നിൽക്കുന്ന അയാളുടെ പ്രകൃതമാണെന്ന് മനസ്സിലായാൽ ഫസുകൂതു അൻഹു ഔല, പിന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത്. വഹാദാ കുല്ലുഹു, പറഞ്ഞതൊക്കെ ഫീമാ യതഅല്ലഖു ബിമസാലിഹി അഖീക ഫീ ദീനിഹി ഔ ദുനിയാഹു, നിന്റെ സുഹൃത്തിന്റെ ദീനോ ദുനിയാവുമോ അതിന്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അമ്മാമാ യതഅല്ലഖു ബിതഖ്സീരിഹി ഫീ ഹഖ്ഖിക, നീയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ ഫൽ വാജിബു ഫീഹി അൽ ഇഹ്തിമാലു വൽ അഫു വസ്സഫു വത്തആമി അൻഹു, കണ്ടിട്ടില്ല എന്ന് വെക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, അതത്ര പ്രശ്നമാക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതിലേക്ക് ചെന്ന് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അത് നുസ്ഖൊന്നുമല്ല. അതായത് അയാളെ നമ്മളോട് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ കാര്യമായി അവതരിപ്പിക്കുന്നത് അത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഇൻകാന ബിഹൈസു യുഅദ്ദി ഇസ്തിംറാറുഹു അലൈഹി ഇലൽ ഖതിയത്തി, അയാൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്തു പോകുമ്പോൾ ബന്ധം മുറിഞ്ഞു പോകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫൽ ഇതാബു ഫി സിർരി, രഹസ്യമായി നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ഖൈറും മിനൽ ഖതിയത്തി, ബന്ധം മുറിക്കുന്നതിനേക്കാൾ നല്ലതാണ്. വത്തഅരീദു ബിഹി ഖൈറും മിനത് തസ്രീഹി, ഈ സൂചിപ്പിക്കുന്നത് വ്യക്തമായി പറയുന്നതിനേക്കാൾ നല്ലത് സൂചിപ്പിച്ച് പറയലാണ്. വൽ മുഖാത്തബത്തു ഖൈറും മിനൽ മുശാഫഹത്തി, എഴുതി പറയുന്നത് നേരെ പറയുന്നതിനേക്കാൾ നല്ലതാണ്. വൽ ഇഹ്തിമാലു ഖൈറും മിനൽ കുല്ലി, എല്ലാറ്റിനേക്കാളും നല്ലത് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. ഇത് യംബഗി അൻ യകൂന ഖസ്ദുക മിൻ അഖീക ഇസ്ലാഹു നഫ്സിക ബിമുറാഅതിക ഇയ്യാഹു വഖിയാമിക ബിഹഖ്ഖിഹി വഇഹ്തിമാലിക തഖ്സീറഹു, കാരണം യംബഗി അൻ യകൂന ഖസ്ദുക, നിന്റെ ലക്ഷ്യം ആകണം, മിൻ അഖീക, നിന്റെ സഹോദരനോട്, ഇസ്ലാഹ നഫ്സിക, നിന്റെ മസ്ലഹത്ത്, ബിമുറാഅതിക ഇയ്യാഹു, അയാളെ പരിഗണിക്കുന്നതിലൂടെ, വഖിയാമിക ബിഹഖ്ഖിഹി, വഖിയാമിക ബിഹഖ്ഖിഹി, അയാളുടെ ഹക്കുകളൊക്കെ നീ നിർവഹിക്കുക. വഹ്തിമാലിക തഖ്സീറഹു, അയാളുടെ വീഴ്ചകൾ എന്ത് ചെയ്യുക, പുറത്തു കൊടുക്കുക. ലൽ ഇസ്തിആനതു ബിഹി വൽ ഇസ്തിർഖാഖ് മിൻഹു, അതിന് സഹായിച്ചു കൊടുക്കലല്ല, അതുപോലെ അയാളോട് എന്ത് ചെയ്യാതിരിക്കുക, അതിനോട് ഒരു വീഴ്ച വരുന്നതിനോട് എന്ത് ചെയ്യുക, അതിന് സഹായിച്ചു കൊടുക്കാതിരിക്കുക, അത് വേണ്ട. അതേസമയത്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഖാല അബൂബക്കർ അൽ ഖത്താനി സ്വഹിബനി റജുലുൻ, എന്റെ കൂടെ ഒരാൾ വന്നു, വകാന അലാ ഖൽബി സഖീലൻ, അയാൾ എനിക്കൊരു ശല്യമായിരുന്നു. ഫവഹബതു ലഹു യൗമൻ ഷയ്യൻ, ഞാൻ അയാൾക്ക് എന്തോന്ന് കൊടുത്തു. അലാ യസൂല മാ ഫീ ഖൽബി, എനിക്കുള്ള ഈ പ്രയാസം ഒന്ന് തീരണം എന്ന നിലക്ക്. ഫലം യസൽ, പക്ഷെ പിന്നെ അയാൾ അതുപോലെ തന്നെ. ഫഅഖദ്തു ബിയദിഹി യൗമൻ, ഞാൻ അയാളെ കൈപിടിച്ചു, എന്നിട്ട് കൂട്ടിക്കൊണ്ടു ഇലൽ ബൈത്തി, വീട്ടിലേക്ക് കൊണ്ടു. ഖുൽതു ലഹു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ലാ റിജ്ലക അലാ ഖദ്ദി, നിന്റെ കാല് എന്റെ കവളത്ത് വെക്ക്. ഫഅബ, അയാൾ വിസമ്മതിച്ചു. ഫഖുൽതു ലാ ബുദ്ദ, ചെയ്യണമെന്ന് പറഞ്ഞു. ഫഫഅല, അയാൾ ചെയ്തു. ഫസാല ദാലിക മിൻ ഖൽബി, അങ്ങനെ എന്റെ മനസ്സിൽ നിന്ന് അത് പോയി. എന്ന് പറഞ്ഞാൽ അയാളോട് എന്തോ ചെയ്തു പോയി എന്ന ഒരു പ്രയാസം ഉണ്ടായപ്പോ ആ പ്രയാസം നീങ്ങാൻ വേണ്ടി അയാൾക്കെന്തോ കൊടുത്തു, പക്ഷെ അത് തീരുന്നില്ല. അയാളോട് എന്തോ ചെയ്തു പോയതാണ്, അല്ലെങ്കിൽ അയാളെ കുറിച്ച് എന്തോ പറഞ്ഞു പോയതാണ്. അപ്പോ അവസാനം അങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ബന്ധത്തിൽ മറ്റുള്ളവരോട് ഒരു പ്രയാസം ചെയ്യാതെ ജീവിക്കുക എന്നത് ഈമാനിന്റെ, സഹവാസത്തിന്റെ പ്രധാന മര്യാദയാണ്. നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു വേദന ഉണ്ടാകാതിരിക്കുക, പ്രയാസം ഉണ്ടാകാൻ പാടില്ല, മറ്റൊരാൾക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല, മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. വഖാല അബു അലിയൻ റിബാത്ത് റളിയല്ലാഹു അൻഹു സ്വഹിബതു അബ്ദുല്ലാഹി റാസി, അബ്ദുല്ലാഹി റാസിയെ ഞാൻ സഹവസിച്ചു. വകാന യദ്ഖുലുൽ ബാദിയ, ഒരു യാത്ര പോവുകയാണ്. ഫഖാല അലാ അൻ തകൂന അൻതൽ അമീറു ഔ അന, അപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അബ്ദുല്ലാഹി റാസി ചോദിച്ചു, ഞാനാണോ നിങ്ങളാണോ അമീർ? ഫഖുൽതു ബൽ അൻത, നിങ്ങളാണ് അമീർ എന്ന് പറഞ്ഞു. ഫഖാല വഅലൈക ത്വ, എന്നാ ഞാൻ പറയുന്ന അനുസരിക്കണം. ഫഖുൽതു നഅം, അനുസരിക്കും. ഫഅഖദ മിഖ്ലാതൻ വവളഅ ഫീഹ الزാദ വഹമലഹ അലാ ളഹ്രിഹി, അപ്പൊ എല്ലാ സാധനവും ഒക്കെ എടുത്തു. ഫഅഖദ മിഖ്ലാതൻ, ഒരു കൊട്ടെടുത്തു. വവളഅ ഫീഹ الزാദ, കൊണ്ടുപോകാനുള്ള സാധനം കയ്യിൽ വെച്ചു, എല്ലായിടത്തും വലിയ സാധനം കയ്യിൽ വെച്ചു. വഹമലഹ അലാ ളഹ്രിഹി, മൂപ്പരെടുത്ത് ആ ചുമന്നു. ഫഇദാ ഖുൽതു ലഹു അഅതിനി, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞപ്പോ ഫഖാല അലസ്ത ഖുൽത അൻതൽ അമീറു, നിങ്ങൾ അമീർ എന്ന് പറഞ്ഞില്ലേ? ഫഅലൈക ത്വ, ഇനി ഞാൻ പറയുന്ന അനുസരിക്കണം.
ഫാഖദനൽ മത്തറു, അങ്ങനെ പോയി മഴ പെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടായി. ഫാഖദനൽ മത്തറു ലൈലത്തൻ, ഒരു രാത്രി മഴ പെയ്തു. ഫഖഫ്തു അലാ ഫവഖഫ അലാ റഅസി, ഇതൊക്കെ മൂപ്പര് ചുമക്കാണ്. ഇല സ്വബാഹി, നേരം വെളുക്കുന്നവരെ. വാലൈഹി കിസാവുൻ, ആകെ ഉള്ളത് ഒരു 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 ഡ്രസ്സാണ്. വാന ജാലിസു യംനഉ മത്തറ, ഞാനിങ്ങനെ എന്ത് ചെയ്യാണ്, ഈ മഴ തടുത്തുകൊണ്ടിരിക്കും, മഴ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫകുന്തു അഖൂലു മഅ നഫ്സി, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. ലൈതനി മിത്തു വലം അഖുൽ അൻതൽ അമീറു, അൻതൽ അമീറു എന്ന് പറയണ്ടായിരുന്നു, നിങ്ങളാ അമീർ എന്ന് പറയണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. മാഷാ അല്ലാഹ്. മഹാന്മാർ അവർ പരസ്പരം ഹക്കുകൾ, സഹവാസത്തിന്റെ ഹക്കുകൾ വീട്ടുന്നതിന്റെ ഉപമയാണ് നാം കണ്ടത്. അള്ളാഹു ഈ നല്ല സ്വഭാവം ഉൾക്കൊള്ളാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹവാസം വലിയൊരു അമലാണ്. കൂട്ടുജീവിതം വലിയൊരു സ്വാലിഹായ സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നത് വലിയൊരു തൗഫീഖാണ്. നിരന്തരം മഹാന്മാരുടെയൊക്കെ ഇത്തരം ഉപദേശങ്ങളും വിവരണങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ആ ചിന്ത മനസ്സിനോട് അടുപ്പിച്ചു കൊണ്ടുവരാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും ഏറെ ഉപകാരപ്പെടും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിന്റെ തുടർച്ച നിരന്തരം കേൾക്കാനും പറയാനും വായിക്കാനും ജീവിതത്തിന്റെ ഭാഗമാക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമമാണിത്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖുകൾ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്.